തെരുവു നായകളെ കൊണ്ട് ജീവിക്കാൻ വയ്യെന്നായിരിക്കുകയാണ് കല്ലൂർ ഞെള്ളൂർ നിവാസികൾ. കുട്ടികളുടെ അടുത്തേക്കും സ്കൂട്ടർ യാത്രികർക്കു നേരെയും നായ്ക്കൾ പാഞ്ഞടുക്കുകയാണ്. നായ്ക്കൾ കാരണം ഭീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നടപടി ആവശ്യപ്പെട്ട് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. ഞങ്ങളാ വളവിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ വീട്ടിൽ നിന്നേ കുറച്ച് പട്ടികൾ കൂടെ ആ ചെരുപ്പ് എടുക്കണോടത്തോളം വരെ ഞങ്ങൾ ഓടിപ്പിച്ചു. എന്നിട്ട് ആ ചാറിലുമ്പോ തലയും മുട്ടിട്ട് വേനെടുക്കപ്പോ തല അവനിപ്പോ അവിടെ സൈക്കിളിന്റെ അടിയിൽ കിടന്നു വീണിട്ട്. അത്രയ്ക്ക് വേനെടുക്ക. ഇന്നാളും ഞങ്ങളെ ഓടിപ്പിച്ചു പട്ടി. ഇതിനാലും ഇപ്പൊ ഓടിപ്പിച്ചതിനാലും കൂടുതൽ പട്ടിയുണ്ട്. തെരുവുനായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതിക്കിൻ്റെ ഭീതി വിട്ടൊഴിയുന്നില്ല. ചൊവ്വാഴ്ച സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നതിനിടയിലാണ് വീടിന് സമീപത്ത് വെച്ച് ആക്രമണകാരിയായ തെരുവുനായ അതിക്കിന് നേരെ ഓടിയെടുത്തത്. ഭയന്ന് നിലവിളിച്ച അതിക്കും സുഹൃത്തും സൈക്കിളിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴെ വീണു. ഓടിയെത്തിയ സമീപവാസികളാണ് നായയെ ഓടിച്ച് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തൃക്കൂർ പഞ്ചായത്ത് 14-ാം വാർഡ് അനുഗ്രഹ ഗാർഡൻസിൽ താമസിക്കുന്നവരുടെ ഗതികേടാണിത്. പ്രദേശത്ത് വീട്ടിലും സമീപത്തുമായി ഒരു സ്ത്രീ തെരുവുനായ്ക്കളെ പരിചരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നായ്ക്കളെ പേടിച്ചും കടുത്ത ദുർഗന്ധവും കാരണം സമീപവാസികൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. രാത്രികാലങ്ങളിൽ നായ്ക്കളുടെ ഊരിയിടലും റോഡിലൂടെയുള്ള അലഞ്ഞു നടക്കലും കാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് സമീപവാസികൾ പറയുന്നു. 1-2 വർഷത്തോളമായിട്ട് ഇവിടെ തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അതിനെ നമ്മൾ ഇവിടെ ഈ വീട്ടുകാർ അതിനെ പബ്ലിക്കായിട്ട് ഇവിടെ തീറ്റിട്ട് കൊടുത്തിട്ട് വേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് അതിനെ ഒരു 6-7 പട്ടി ഇന്നും ഇവിടെ ഉണ്ടാവും. ഈ വഴി യാത്ര ചെയ്യേണ്ട യാത്രക്കാരെല്ലാം അതിനെ പേടിച്ച് വഴി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. കൊച്ചു പിള്ളേർ പോകുമ്പോൾ 6-7 തെരുവുനായ്ക്കൾ ഒരുമിച്ച് കൂടി അവരെ ഓടിച്ച് അപകടാവസ്ഥയിലാവുന്ന ഒരു സ്ഥിതിയായിട്ട് 3-4 പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് മുഖേനയും പോലീസ് സ്റ്റേഷൻ മുഖേനയും SP ഓഫീസിലും എല്ലാം പരാതി കൊടുത്താണ്. പക്ഷേ പിറ്റേ ദിവസം ആ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ പേഴ്സണലായിട്ട് ഇവർ ഓരോ കുറ്റവും കാര്യങ്ങളും ഒരു അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ്. വൈകിട്ട് എല്ലാ ദിവസവും 8 മണിക്ക് ഇവിടെ കൂടാണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 4 സ്ഥലത്ത് തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു മാസ് പെറ്റീഷൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് പഞ്ചായത്തിന് വേണ്ടിയിട്ട്. ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഇവിടെ നിന്ന് ഒഴിവാക്കാനും ഇങ്ങനെ പൊതുനിരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് നിർത്തലാക്കാനും പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തോളമായി പ്രദേശവാസികൾ നായ്ക്കളുടെ ഈ ശല്യം സഹിക്കുന്നു. നായ്ക്കളുള്ള കാരണം പലപ്പോഴും പ്രധാന റോഡിലൂടെ പോലും നടക്കാനാകാത്ത സ്ഥിതിയാണെന്നും വീട്ടിലെ കുട്ടികളെ പുറത്തേക്ക് വിടാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മൃഗസ്നേഹത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുതലെടുത്ത് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ജനങ്ങളുടെ പരാതിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ പറഞ്ഞു. ഇവിടെ മൃഗസ്നേഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തെരുവിൽ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കൊടുത്ത് നിറച്ച തെരുവ് നായകൾ ഇവിടെ കൂടുകയാണ്. എന്നിട്ട് ഇവർ രാത്രി കാലങ്ങളിൽ ഈ തെരുവ് നായകളെ ഇവരുടെ വീട്ടിൽ നിന്ന് തുറന്നു വിട്ടുകൊണ്ട് ആ പട്ടികൾ ഈ സ്ഥലത്ത് മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന കുട്ടികളെ 4 തവണയായി പട്ടി ഓടിപ്പിക്കുകയും കടിക്കാൻ ശ്രമിക്കുകയും നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പോലീസ് FIR ഇടാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. പോലീസും നിയമവും പട്ടിക്ക് അനുകൂലമാകുമ്പോൾ മനുഷ്യജീവന് വില ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയമം പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഡൽഹിയിൽ നിന്നും നാട്ടിലെ പ്രമുഖ ആക്ടിവിസ്റ്റുകളിൽ നിന്നും മൃഗസ്നേഹികളിൽ നിന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിയമം പട്ടികൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടുത്തെ ജോലി വിട്ടു വരുന്ന പെങ്ങന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ നാട് പോകുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. അവശ്യ സേവനത്തിനുള്ള ആളുകൾ പോലും വീടുകളിലെത്താൻ ഭയക്കുകയാണ്. മാത്രമല്ല ഇറച്ചിക്കടയിൽ നിന്നും മാലിന്യം വാങ്ങി നായ്ക്കൾക്ക് കൊടുക്കുന്ന പതിവുണ്ടെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. പ്രദേശവാസികളുടെ പരാതി പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ഈ മാസം 26-ന് രാവിലെ 11-ന് പഞ്ചായത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതായും പഞ്ചായത്ത് അംഗങ്ങളായ രമണി ചന്ദ്രനും ഗ്ലാൻസൺ ചെക്കാലക്കലും പറഞ്ഞു.
നമുക്ക് ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായാലും മറ്റു കാര്യങ്ങൾക്ക് പലവർക്കും യാത്ര ചെയ്യാനും ഈ വാർഡിലെ ഈ ഭാഗത്ത് അനുഗ്രഹ ഗാർഡനിലെ ഈ പരിസരവാസികൾക്ക് വഴി നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഈ പ്രദേശത്തെ ആൾക്കാർ ഞാൻ വരുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതിനെ ചൊല്ലി പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു തീരുമാനം എടുക്കണം. ഈ വരുന്ന ജൂലൈ 26-ാം തീയതി 11 മണിക്ക് നമ്മൾ ഇതിൻ്റെയും മൃഗസംരക്ഷകരെ വിളിച്ച് പട്ടികളെ ആയാലും ഏത് മൃഗസംരക്ഷകരെ ആയാലും സ്നേഹിക്കുന്നവരെ വിളിച്ച് വരുത്തി അവർക്കൊരു നിർദ്ദേശങ്ങളും ക്ലാസ്സും കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് തൃക്കൂര് പഞ്ചായത്തിൽ നിന്ന് തീരുമാനം എടുത്തിട്ടുള്ളത്. ശനിയാഴ്ച ഇവിടുന്ന് 2 കുട്ടികളെ ഈ പട്ടി ഓടിച്ചിട്ട് 2 കുട്ടികൾക്ക് പനി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒരു പഞ്ചായത്തിൽ ഒന്ന് പെറ്റീഷൻ തന്നു, മാസ് പെറ്റീഷനാണ് തന്നത്. അപ്പോൾ നമ്മൾ തീരുമാനമെടുത്ത് മൃഗസ്നേഹികളെ എല്ലാവരും വിളിച്ചിട്ട് 26-ാം തീയതി 11 മണിക്ക് നമ്മൾ യോഗം വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഹാളിൽ. തുടർന്ന് എന്താണ് അവർ സംസാരിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ബാക്കി തീരുമാനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഈ തെരുവുനായ ശല്യത്തിൽ നമ്മളിവിടുത്തെ പട്ടികളെ വയലൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഓർഡറുള്ളത് വയലൻസ് പട്ടികളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പരാതി നൽകുന്നവർക്കെതിരെ തിരിച്ച് കള്ളപ്പരാതികൾ കൊടുക്കുകയും നിയമത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് പോലീസ് സംവിധാനത്തെ പോലും ഇവർ ഭയപ്പെടുത്തുകയാണെന്നും അയൽവാസികൾ ആരോപിക്കുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ സംഘടിച്ചതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. പ്രദേശവാസികളുടെ പരാതിയിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായി ആക്രമണകാരികളായ നായ്ക്കളെ പരിപാലിക്കുന്ന സ്ത്രീക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. നാട്ടിലെ 1-2 വ്യക്തികളുടെ നായപ്രേമം കാരണം നായകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിൽ കഴിയേണ്ട അവസ്ഥയാണ് തൃക്കൂർ പഞ്ചായത്ത് 14-ാം വാർഡ് അനുഗ്രഹ ഗാർഡൻസിലെ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്നത് അത് മൃഗമാണെങ്കിൽ കൂടി, അത് ഏത് ജീവിയാണെങ്കിൽ കൂടി, അതിനെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതായാലും പഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ അനുഗ്രഹ ഗാർഡൻസിലെ പ്രദേശവാസികൾ കഴിയുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.